ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് 5 അടിപൊളി മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സ് ആണ്. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ടിപ്പല്ല. അതായത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ ലെൻസ് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യണം. നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലെൻസ് ക്യാപ്പ് വരുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ പോക്കറ്റിലിടുന്ന ഒരു സംഭവമാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും സ്മഡ്ജൊക്കെ വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ മൊബൈൽ ക്യാമറ ലെൻസ്. നിങ്ങളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പെക്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടോ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലെൻസ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുക. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് റൈറ്റ് ക്യാമറ ആപ്ലിക്കേഷൻ. നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകൾക്ക് വളരെ നല്ല ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ സോഫ്റ്റ്വെയറിനാണ്. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 64 മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ 12 മെഗാ പിക്സൽ എടുക്കുന്ന ഐഫോണിലെ ഫോട്ടോസും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഐഫോണിലെ ഫോട്ടോസ് ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമേജ് സോഫ്റ്റ്വെയർ ആണ്, അവരുടെ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്കൊക്കെ നല്ല ഹാർഡ്വെയർ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ റൈറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിനി അത് അറിയില്ലെങ്കിൽ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിന് വരുന്ന ഏറ്റവും നല്ല ക്യാമറ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ക്യാമറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ കറസ്പോണ്ടിങ് ഗൂഗിൾ ക്യാമറ മോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു ക്യാമറ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും ആൻഡ്രോയിഡ് ഫോൺസിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്യാമറ ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബഡ്ജറ്റ് റേഞ്ചിലെ സ്മാർട്ട് ഫോൺസ് ഒന്നും ലോ ലൈറ്റിൽ അത്ര നല്ല റിസൾട്ട് തരുന്ന ക്യാമറകളല്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ലൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഗോൾഡൻ അവറിൽ നല്ല ഫോട്ടോസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂ അവർ, അതായത് സൺസെറ്റിന് മുമ്പായിട്ടുള്ള സമയത്തും നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോസ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഔട്ട്ഡോർ അല്ല, നിങ്ങൾ ഇൻഡോർ ആണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോ ലൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് വരുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും ഓട്ടോ ഫോക്കസ് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്കൊരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലി ആ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോക്കസ് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ചെറിയ മൂവ്മെൻറ്റ്സ് വന്നാലും നമ്മുടെ സബ്ജക്റ്റ് അപ്പോഴും ഫോക്കസിലായിരിക്കും. നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനാണ്. നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ മൈനർ ഹാൻഡ് ഷേക്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ലൈറ്റ് കുറവുള്ള സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഈ ചെറിയ ഹാൻഡ് ഷേക്സ് നമ്മുടെ ഫോട്ടോനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ട്രൈപോഡോ അല്ലെങ്കിൽ ഗൊറില്ല പോഡോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മുടെ അഞ്ചാമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസിന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാരിയബിൾ ആംഗിൾസ് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പല ആംഗിൾസൊന്നും ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റിന് നമ്മൾ നമ്മുടെ ഐ ലെവലിൽ നിന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി ചിലപ്പോൾ നമുക്ക് വേറെ ആംഗിൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് പല ആംഗിൾസിലും നോക്കി നോക്കുക, കുറേ ഫോട്ടോസ് എടുത്ത് നോക്കുക, അതിൽ ഏറ്റവും നല്ല ഫോട്ടോ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്കിനി മാനുവൽ ക്യാമറ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ അതല്ലെങ്കിൽ ISO, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ് ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ വരുന്ന കാർഡിലും അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസ് കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.